നമ്മുടെ കനറ ബാങ്കിന്റെ അക്കൗണ്ടിനകത്തുള്ള അക്കൗണ്ട് ബാലൻസ് നമുക്കിങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ ഒരു ATM കൊണ്ടുപോയി ചെക്ക് ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ATM കൗണ്ടറിൽ പോയതിന് ശേഷം നിങ്ങളുടെ ATM കാർഡ് കൃത്യമായിട്ട് തന്നെ മിഷനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ നമ്മളിവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ട്രാൻസാക്ഷന് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ട മെസ്സേജ് വന്നതായിട്ട് കാണാം. അത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതിനുശേഷം നമ്മുടെ ATM പിൻ നമ്പർ അവരിവിടെ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ 4 അക്ക പിൻ നമ്പർ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇതിൽ താഴെയായിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് മെയിൻ മെനു എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമ്മുടെ മെയിൻ മെനുവിലോട്ട് പോകാനുള്ള ഓപ്ഷനാണ് അത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ ട്രാൻസാക്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കേണ്ട ഏരിയയിലോട്ട് എത്തും. അപ്പോൾ ഇവിടെ നമുക്ക് ബാലൻസ് എൻക്വയറി ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ മൂന്നാമതായിട്ടുള്ള ബാലൻസ് എൻക്വയറി എന്നുള്ള ആ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. പിന്നീട് നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ഇവിടെ സേവിങ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നാമതായിട്ടുള്ള സേവിങ്സ് എന്നുള്ള ഏരിയയിൽ കൃത്യമായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളേത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്കിവിടെ ബാലൻസ് എൻക്വയറി ചെയ്യുന്ന ടൈമിൽ നമുക്കിവിടെ ഒരു റെസിപ്റ്റ് ആവശ്യമായിട്ടുണ്ടോ എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ നമുക്ക് ബാലൻസ് ഡിസ്പ്ലേ ചെയ്ത് അവർ കാണിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് കാണാം. അതേപോലെ നിങ്ങൾക്ക് റെസിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ റെസിപ്റ്റും കൃത്യമായിട്ട് തന്നെ മിഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.